ഹൂത്തികളെ നിലയ്ക്കു നിർത്തിയില്ലെങ്കിൽ പണി കിട്ടുക ഇറാനായിരിക്കുമെന്നാണ് ദിവസങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. യമനിലെ ഹൂത്തി താവളങ്ങൾ ലക്ഷ്യമിട്ട് നടന്ന US ആക്രമണത്തിന് മുന്നോടിയായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. നേരത്തെ ഇറാനുമായി ആണവ ചർച്ച നടത്തുമെന്ന സൂചനകൾ നൽകിയ അതേ ട്രംപാണ് ഇപ്പോൾ ഭീഷണി സ്വരത്തിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേലും ഏതു സമയവും ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനിടെയാണ് അത്യാധുനികമായ പുതിയ സൈനിക സന്നാഹങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. വൻ ആയുധശേഖരമടങ്ങിയ മിസൈൽ സിറ്റിയാണ് ഏറ്റവും പുതിയ വാർത്ത. ആയിരക്കണക്കിന് അത്യാധുനിക മിസൈലുകളാണ് താവളത്തിലുള്ളത് എന്നാണ് ഇറാൻ വിപ്ലവ ഗാർഡ് അവകാശപ്പെടുന്നത്. ഖൈബർ ഷെഖാൻ, ഗദർ, ഹജ് കാസിം എന്നീ മിസൈലുകൾക്ക് പുറമെ സോളിഡ് ലിക്വിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകളും കൂടുതലുണ്ടെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും വെളിപ്പെടുത്തുന്നത്. താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് ഏറെക്കാലമായെന്നാണ് വിവരം. എന്നാൽ കഴിഞ്ഞ ജനുവരി ആദ്യത്തിലാണ് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഇറാൻ ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിക്കുന്ന വിവരം പുറത്തുവരുന്നത്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. 2024 ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ വമ്പൻ വ്യോമാക്രമണത്തിന് ഈ താവളവും ഉപയോഗിച്ചിരുന്നുവെന്നാണ് സർക്കാർ ചാനൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 200 മിസൈലുകളാണ് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ടെത്തിയത്. ഇതാദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകളും അന്ന് ഇറാൻ പുറത്തെടുത്തു. IDF സൈനിക താവളങ്ങൾക്കും മൊസാദ് ആസ്ഥാനത്തിനും ആക്രമണത്തിൽ നാശം സംഭവിച്ചിരുന്നു. സംഭവം ഇസ്രായേലിലെങ്ങും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും ഇത് വലിയ തിരിച്ചടിയായി. വിപ്ലവ ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി മിസൈൽ സിറ്റി സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടന്ന വിപുലമായ സൈനികാഭ്യാസത്തിനിടയിലാണ് ആയുധശേഖരമായി നിർമ്മിച്ച 2 ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിച്ചത്. IRGCയുടെ എയറോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല. അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ ഉണ്ടാക്കുക. ഇതോടൊപ്പം ഒരു ഭൂഗർഭ നാവിക താവളവും ഇറാൻ നിർമ്മിച്ചിട്ടുണ്ട്. മെഷീൻ ഗണ്ണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള ചെറിയ കപ്പലുകളും ബോട്ടുകളും താവളത്തിൽ വിന്യസിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സൈനിക തലവൻ ജനറൽ മുഹമ്മദ് ഹുസൈൻ ബാഗീരിയും വ്യോമസേന കമാൻഡറും ചേർന്ന് മിസൈൽ സിറ്റി സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ഉരുക്കുമുഷ്ടി മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നുവെന്ന് ഇവിടെ നടന്ന ചടങ്ങിൽ ഹുസൈൻ ബാഗേരി പറഞ്ഞു. 2024 ഒക്ടോബറിൽ നടന്ന ഇസ്രായേൽ ആക്രമണ പദ്ധതിയായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2വിന്റെ 10 ഇരട്ടി ആയുധസന്നാഹങ്ങളാണ് മിസൈൽ സിറ്റിയിലുള്ളത്. ഇറാന്റെ പ്രതിരോധ ശക്തിക്ക് മുന്നിൽ ശത്രുക്കൾ തകർന്നു വീഴുമെന്നും സൈനിക മേധാവി പറഞ്ഞു. കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്ന് പബ്ലിക് റിലേഷൻസ് വിഭാഗ മേധാവി നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ് സൈന്യം. രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലും ആയുധങ്ങളുടെ കരുത്തും ഉൽപ്പാദനവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധശേഷികളും ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ല. ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്തു നിന്ന് ഇന്റലിജൻസ് തലത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ല. ഇറാൻ വിപ്ലവ ഗാർഡിൽ നേരിട്ട സൈനിക ഇന്റലിജൻസ് പരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടി ശത്രുക്കൾ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയാണെന്നും ബ്രിഗേഡിയർ അലി മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. ഉത്തരവ് വരുന്ന മുറയ്ക്ക് ഞങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കാനിരിക്കുകയാണ്. ശത്രുവിന്റെ കണക്കുകൂട്ടലുകളും ധാരണകളും ഞങ്ങൾ മാറ്റിക്കൊടുക്കും. ഇറാൻ ഒരൊറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം നിർത്തിയിട്ടില്ല. രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നും IRGC പബ്ലിക് റിലേഷൻസ് തലവൻ അറിയിച്ചു. ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധപരിശീലനവും നടത്തുന്നുണ്ട്. 100 കണക്കിന് യുദ്ധക്കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുത്തത്. 2000-ലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടന്നു. വിപ്ലവ ഗാർഡിന് കീഴിലുള്ള അർദ്ധസൈനിക വിഭാഗമായ ബാസി സേനയിലെ 1,10,000-ഓളം അംഗങ്ങൾ പങ്കെടുത്ത സൈനികാഭ്യാസവും ടെഹ്റാനിൽ നടന്നിരുന്നു.